ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ചിക്കൻ റോസ്റ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ചിക്കൻ നന്നായി വാഷ് ചെയ്യുക, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് ചേർത്ത് നല്ല മസാല തേക്കുക കേട്ടോ. നല്ല രീതിയിൽ തേച്ച് പിടിപ്പിക്കുക. ഓക്കെ, ഒരു 5 മിനിറ്റ് ഒരു 10 മിനിറ്റ് അങ്ങനെ ഇത് വെച്ചോളൂ കേട്ടോ. ഇനി നമുക്ക് ഇത് റെഡി ആയിട്ടുണ്ടെങ്കിൽ നല്ല മിക്സ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമുക്ക് ഇനി ഒരു ചട്ടി വെക്കാം. അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വെക്കാം. ചൂടായിട്ടുണ്ടെങ്കിൽ ഓരോന്നിട്ട് കൊടുക്കുക. ഓക്കെ, ഇത് നമുക്ക് ചിക്കൻ പൊരിച്ചെടുക്കാം കേട്ടോ. ആദ്യം നമ്മൾ ചിക്കൻ പൊരിച്ച് മാറ്റി വെക്കണം. ഓക്കെ, എന്നിട്ടാണ് നമ്മൾ മസാല ഉണ്ടാക്കുക. ചിക്കൻ നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം കേട്ടോ. ഓക്കെ, ഇനി വെളിച്ചെണ്ണ എടുക്കുക. അതിൽ കുറച്ച് നല്ല ജീരകം ഇടുക. നല്ല സ്മെല്ലിന് വേണ്ടിയിട്ടാണ് കേട്ടോ, നല്ലതാണ് കേട്ടോ. നല്ല ജീരകം ഇട്ടതിന് ശേഷം കുറച്ച് നമ്മൾ സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതിട്ട് കൊടുക്കുക. അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം. ഓക്കെ, നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഉപ്പ് ഇട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഓക്കെ, ഉപ്പിട്ടാൽ പെട്ടെന്ന് സവാള വെന്ത് കിട്ടും കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇളക്കി കൊടുക്കാം. ഓരോന്ന് ഇടുമ്പോഴും ഇളക്കി കൊടുക്കണം കേട്ടോ. എന്നിട്ട് പച്ചമുളക് ഇട്ട് കൊടുക്കാം നമുക്ക്. ഓക്കെ, പച്ചമുളക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇളക്കണം. ഓരോന്ന് ഇടുമ്പോഴും ഇളക്കണം കേട്ടോ. ഇനി തക്കാളി അരിഞ്ഞ് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇനി മുളക് പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ ഇവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അധികം എരിവേണ്ട, കാരണം ഇത് കുരുമുളക് ഇട്ടിട്ട് ഉണ്ടാക്കുന്നത് കാരണം, കുരുമുളക് ഇടുന്ന കാരണം നമുക്ക് അധികം എരിവ് വേണ്ട. ഇപ്പോൾ ഗരം മസാല ഇട്ട് കൊടുക്കുക. ഒരു ചെറിയ സ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതക്കി വെച്ചിട്ടുണ്ട്, അത് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിട്ട് കൊടുക്കുക. എന്നിട്ട് നല്ല ഇളക്കി കൊടുക്കുക കേട്ടോ. ഇനി മല്ലിച്ചപ്പ് പുതിനയില അരിഞ്ഞതാണ്, അതുകൂടി മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ല ഇളക്കി കൊടുക്കുക. ഓക്കെ, മഞ്ഞൾപ്പൊടി കുറച്ചുകൂടി ഇട്ട് കൊടുക്കാണ്ടായിരുന്നു. ഇത് നമ്മൾ ചിക്കൻ മസാലയും കുറച്ച് മല്ലിപ്പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കുക. ഓക്കെ, നല്ല ഇളക്കി കൊടുക്കുക. അപ്പോൾ ഡ്രൈ ആയി വരും. അപ്പോൾ കുറച്ച് ചൂടുവെള്ളം വേണം കേട്ടോ ഒഴിക്കാൻ. ചൂടുവെള്ളം കുറച്ച് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. നല്ല മിക്സ് ചെയ്തെടുക്കുക. ഓക്കെ, ഇനി ഇതിൻ്റെ മുകളിലാണ് നമ്മൾ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. നമുക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്യുക കേട്ടോ. ഓക്കെ, നല്ല മിക്സ് ചെയ്തെടുക്കുക. ആ വെള്ളം വറ്റിയതിന് ശേഷം നമുക്ക് അത് ഇറക്കാം കേട്ടോ. കുറച്ചുകൂടി വറ്റാനുണ്ട്. ഓക്കെ, നല്ല വെള്ളം വറ്റി വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം വെന്തിട്ടുണ്ട്. ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ.